ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അത് തന്നെ. നമസ്കാരം. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാന്റെ ഉമ്മ ഷെമിയുടെ വാക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഷെമിയെ ഗുരുതര പരിക്കായിട്ട് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം അവർ ചെറുതായിട്ടൊക്കെ റിക്കവറായി വന്നു. അപ്പോൾ അവരോട് തിരക്കി, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരൊരു കാരണവശാലും മകൻ്റെ പേര് പറയുന്നില്ല. കട്ടിലിൽ നിന്ന് വീണ് മുറിവേറ്റതാണ്. അപ്പോൾ ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്ക് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് വീണു, എന്നിട്ട് പിന്നെ എണീക്കാൻ തുടങ്ങിയപ്പം വീണ്ടും വീണു, അങ്ങനെ പരിക്ക് പറ്റിയാണ് ഈ പരിക്കെന്ന്. ഒരു കാരണവശാലും മകൻ പ്രതിയാണെന്നുള്ള രീതിയിൽ അവർ യാതൊരു കാരണവശാലും പറയുന്നില്ല. അവർക്കെന്നാ സംഗതികളെല്ലാം അറിയാം. തൻ്റെ ഭർത്താവായ റഹീം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇളയ മകൻ മരിച്ചു, ഉമ്മ മരിച്ചു, അതുപോലെ വേറെ 3 പേരെ മരണപ്പെട്ടു, അഫാൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊലപ്പെടുത്തി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീക്ക് അറിയാം. പക്ഷെ എന്നിട്ടും തൻ്റെ ഇളയ മകനെ പോലും കൊന്നിട്ടും ഈ സ്ത്രീയെ മകനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് മക്കൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. കാരണം അവരെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് പ്രോത്സാഹനമാണ് ഇങ്ങനെയുള്ള മാതാപിതാക്കൾ കൊടുക്കുന്നത്. ഈ മാതാവിനെ സംബന്ധിച്ച് എനിക്ക് ഒരു സഹതാപവും തോന്നുന്നില്ല. ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാരണം തൻ്റെ ഇളയ മകനെ, താൻ പ്രസവിച്ച തൻ്റെ ഇളയ മകനെ വകവരുത്തിയ മൂത്ത മകനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഇനി എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ 24 ന്യൂസ് ശ്രീകണ്ഠൻ നായർ സാറ് അവരെ കാണാൻ ചെന്നപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ ഈ പോലീസിന് മൊഴി കൊടുത്തതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്, എൻ്റെ ഓർമ്മയിൽ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, വീണ്ടും ഞാൻ എണീക്കാൻ തുടങ്ങിയപ്പം വീണ്ടും ഞാൻ വീണതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീടും അവർ ആ ഒരു ഇത് തന്നെ, ആ ഒരു തൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഉറച്ചു നിന്ന് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നതായിട്ടാണ് അവരുടെ വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന ന്യൂസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത്. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത്. അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല. കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിൽ പോലീസ് എത്ര ചോദിച്ചിട്ടും അവർ പറയുന്നില്ല. ഈ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇതിന്റെ ഒരു തെളിവിനായിട്ട് യാതൊരു സാക്ഷികളും ഇല്ല ഈ സംഭവത്തില്. മാതാവല്ലാതെ ഇപ്പം ജീവനോടെ ഇരിക്കുന്ന മാതാവ് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സാക്ഷിയായിട്ടുള്ളൂ. പക്ഷെ ആ മാതാവും മകന്റെ സൈഡ് നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും മകനെ പുറത്തെടുത്തോളണമെന്ന്. ഇവർ രണ്ടുപേരും കൂടി ചെയ്തു വെച്ച കടബാധ്യതയാണ് കൂടുതൽ. ആ പാവം മനുഷ്യന്, റഹീം എന്ന് പറഞ്ഞ മനുഷ്യൻ 10-22 വർഷക്കാലം കുടുംബത്തിന് വേണ്ടിയിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുത്തു. ആ പൈസ മുഴുവനും ഈ അമ്മയും മകനും കൂടെ ദൂർത്തടിച്ച് കടം ആക്കി തീർത്തിരിക്കുകയാണ്. 23 വയസ്സുള്ള ഈ മകൻ എത്രമാത്രം കടം വരിക എന്ന് പറയുന്നത് അവൻ്റെ ദൂർത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അന്നേരം ഈ ഈ സ്ത്രീ അതിനെല്ലാം സപ്പോർട്ട് നിന്ന് അവൻ്റെ ഒപ്പം ദൂർത്തടിച്ചത് കൊണ്ടാണ് ഇത്രയും കടബാധ്യത വന്നത്. അപ്പോൾ ഇവർ അതിനെക്കുറിച്ചൊന്നും, കടബാധ്യതകളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർ കട്ടിലിൽ വീണ കാര്യം മാത്രമേ ഈ സ്ത്രീ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവർക്ക് 24 ന്യൂസ് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഒരു സഹായ വാഗ്ദാനം കൂടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ആ റഹീം എന്ന് പറഞ്ഞ മനുഷ്യനോട് നമുക്കൊരു സഹതാപം തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അഫാനെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവനെ കാണാൻ താല്പര്യമേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ആ വീട്ടിൽ ജീവിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, വേറെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ റഹീമിനെ കൂടുതലും ഉദ്ദേശിച്ചാണ് ഈ വീട് കൊടുത്തതായിട്ട് തോന്നുന്നത്. പക്ഷെ ഇതിന് ഒരുപാട് എതിർപ്പ് കമൻറ്റുകൾ വരുന്നുണ്ട്. കാരണം ഒരു കൊലപാതകിക്ക് വീട്, ഇവൻ കുറച്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവന് വീടുമായി.
അവന് പിന്നെ അവൻ്റെ നഷ്ടങ്ങളൊന്നും അവന് നഷ്ടമായിട്ട് കണക്ക് കൂട്ടാത്ത ഒരു കൂസലും ഇല്ലാത്ത മനുഷ്യനാണ്. സ്വന്തം കുഞ്ഞനുജനെ കൊലപ്പെടുത്താനും സ്വന്തം അമ്മേനെ കൊലപ്പെടുത്താനും മുതിർന്നവന് ഒരു കൂസലും ഇല്ല. അവന് തെളിവെടുപ്പിനൊക്കെ വരുമ്പം യാതൊരു കൂസലും ഒരു ഇതും കുറ്റബോധവും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണല്ലോ അവന് ചോറിനും മീൻകറി ഇല്ലേ, അല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു മനസാക്ഷിയോ ഒരു കുറ്റബോധമോ ഒക്കെ ഉള്ള മനുഷ്യനാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇവന് യാതൊരു കുറ്റബോധവും ഇല്ല. അവൻ ശരിക്കും പ്ലാനിങ്ങോട് കൂടി തന്നെ നടത്തിയ മർഡറാണ് ഇതൊക്കെ. ഇതിൽ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ നോക്കിയിരുന്നു, പക്ഷേ അത് പിന്നെ വേണ്ടെന്ന് വെച്ചെന്നൊക്കെയാണ് പറയുന്നത്. 23 വയസ്സിനിടയിൽ അവൻ്റെ സ്വഭാവത്തിലുണ്ടായേക്കുന്ന വൈകല്യം എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ ഒരു പ്രതിക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ദുരിതം വന്ന് മരണം സംഭവിച്ചോ, പ്രളയമോ, അല്ലെങ്കിൽ നമ്മൾ കണ്ട വയനാട്ടിലുണ്ടായിരുന്ന പ്രശ്നം, അതും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നമ്മുടെ ഒരു കുഞ്ഞനുജന് ഷഹബാസ്, അവൻ്റെയൊക്കെ ജീവിത അഭിലാഷമായിരുന്നു ഒരു നല്ല വീട്, ഒരു നല്ല ജോലി. ആ കുഞ്ഞിന് അതൊന്നും സാധിക്കാതെ അവരുടെ വീട്ടിൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെയൊക്കെ പ്രതീക്ഷയായിരുന്നു ആ പയ്യന്. ആ പയ്യനൊക്കെ അവരുടെ വീട്ടുകാർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് റഹീം എന്ന് പറഞ്ഞ മനുഷ്യനോട് നമുക്കൊരു സഹതാപമൊക്കെ ഉണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. മകൻ ഇങ്ങനെ ആയിപ്പോയതിൽ അദ്ദേഹത്തിന് എന്തു പറയാനാ. അദ്ദേഹം ഈ മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും പോയി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടു. പക്ഷെ ഇവരിങ്ങനെ കാണിക്കുമെന്നുള്ള അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു വിവരങ്ങളോ അറിയത്തില്ല. ഇവർ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങളെ അറിയത്തുള്ളൂ. ഇത്രയും കടബാധ്യത ഉണ്ടാക്കി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ ഈ സ്ത്രീയോടും ഈ മകനോടും നമുക്ക് ഒരു സഹതാപവും തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ എനിക്കറിയില്ല, നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവർക്ക് വേണ്ടിയിട്ട് വീട് പണിത് കൊടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ ഇത് കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ജനങ്ങൾക്ക് എല്ലാവരുടെയും അഭിപ്രായം മിക്ക കമൻറ്റിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മൾ ഷഹബാസിന് വീട് വെച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ മനസ്സിന് സന്തോഷമാണ് ആ കുടുംബത്തിന്. അതുപോലെ തന്നെ നിങ്ങളുടെ മകൻ ഇത്രയും കുറ്റം ചെയ്തിട്ടും അതിന് മകനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ എനിക്ക് അത് കണ്ടിട്ട് അത്ര ഇത് തോന്നിയില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ ഓർക്കുന്നത് ഒരു ഫർസാന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മാതാപിതാക്കളെയാണ്. അവരുടെ ന്യൂസുകളൊന്നും ഇപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ കണ്ട ഒരു ചെറിയ ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരെക്കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ന്യൂസ് വരുന്നില്ല. ആ മാതാപിതാക്കളുടെ മകൾ നഷ്ടപ്പെട്ടു പോയ അവർക്കുണ്ടായ വേദന എത്രത്തോളം വിഷമം ഉള്ളതാണ്. ആ മാതാവിൻ്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. ആ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളൊരു പെൺകുട്ടി എഴുതിയേക്കുന്നു, ഫർസാനയുടെ റിലേറ്റീവ്സാണ് ഞാൻ, ഫർസാനയുടെ ഉമ്മയുടെ മാനസികമായിട്ട് എന്തൊക്കെയോ അവർക്ക് വിഭ്രാന്തി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛന് അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. ആകെ ആ വീട് താളം തെറ്റിയ ഒരവസ്ഥയിൽ. എങ്ങനെ താളം തെറ്റാതിരിക്കും? അവരുടെ മകളാണ്, സ്വന്തം മകളാണ്. അപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ മകളുടെ അന്ത്യം സംഭവിച്ചു കഴിയുമ്പോൾ ആ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന വിഷമം അവർക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റില്ല. ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് മകനെ തിരിച്ചു കിട്ടിയാൽ പിന്നീടും മകൻ തൻ്റെ കൂട്ടത്തിലോ കാണുമല്ലോ. മകനെ ഒരു മകൻ പോയാലും അവർക്ക് കുഴപ്പമില്ല. ഈ കൊടും കുറ്റവാളിയായ ഈ മകനെ വീണ്ടും സംരക്ഷിക്കണമെന്നുള്ളൊരു രീതിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഇതുപോലെ സമൂഹത്തിന് നാശം വിതയ്ക്കുന്ന മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന് സമൂഹത്തിനല്ല, ഈ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പങ്കെന്നാണ് എനിക്ക് ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് തോന്നാനിടയായത്. കാരണം അവർക്ക് അറിയാത്തതൊന്നുമല്ല, അവർ മറച്ചു വെക്കുന്നതാണ്. അവർക്ക് മറവി സംഭവിച്ചതൊന്നുമല്ല. ഭർത്താവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താണ്. എന്നിട്ട് സംരക്ഷിക്കുകയാണ്. പോലീസിൻ്റെ മുമ്പിൽ ഒരു കള്ളത്തരം അഭിനയിക്കുന്നതായിട്ടാണ് ഇവരുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരിക്കലും അവർ മകന് സപ്പോർട്ട് നിൽക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തിന് റഹീം എന്ന് പറഞ്ഞ അച്ഛന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ മകനെ കാണാൻ പോലും തോന്നുന്നില്ല. അത്രയും തൻ്റെ ഉമ്മായെയും തൻ്റെ സഹോദരനെയും അതുപോലെ തന്നെ സഹോദരൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞ് മകനെയും ഒക്കെയാണ് കൊലപ്പെടുത്തിയേക്കുന്നതെന്നുള്ള വാർത്ത അറിയുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ ഒരിക്കലും മകന് സ്വന്തം മകനാണെങ്കിലും സ്വന്തം ചോര ഉള്ള ആളാണെങ്കിലും സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കൂട്ടാക്കുന്നില്ല. അതാണ് നിയമം, അതാണ് ന്യായം. അങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് സഹതാപം തോന്നി അവനെ കുറ്റവിമുക്തനാക്കിയാൽ
ഒരിക്കലും ജനങ്ങളൊന്നും അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയുക.